പണി പാളി ഗൈസ്. വണ്ടി ബേക്കറി കുണ്ടുക്ക് ചാടി. അപ്പോൾ ഗൈസ് ഇന്ന് ഓമശ്ശേരി കുറച്ച് ചകിരിച്ചോറ് കൊണ്ടുവരാനാണ്. അപ്പം അത് എടുക്കാനും വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ വിശേഷം കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുഞ്ഞമ്പടി എത്തി. അങ്ങനെ ഗോതമ്പ് റോഡ് ഇപ്പോൾ എത്തി. വലിയാറുണ്ട്. വണ്ടിക്ക് ചെറിയ സൗണ്ട് ഉണ്ട്, കാണിച്ചു തരട്ടോ. കണ്ടോ, നല്ല സൗണ്ട് ഉണ്ട്. മെല്ലെ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോഴാണ് ആ സൗണ്ട്. സ്പീഡ് കൊടുക്കുമ്പോൾ അല്ല. ആക്സിഡൻറ്റ് കാലിന് ലൂസാക്കുമ്പോൾ സൗണ്ട് ഉണ്ട്. അങ്ങനെ മുക്കത്തെത്തി. മുക്കം ഓമശ്ശേരിന്ന് റൈറ്റ് കയറാനാണ്. അങ്ങനെ നമ്മൾ തിരുവമ്പാടി റോഡ് ഇങ്ങോട്ട് കയറി നേരെ പോവാണ്. ഈ തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മലയോര മേഖലയാണ്. ഇവിടെ നല്ല കയറ്റവും വളവും തിരിവും ഇറക്കമൊക്കെ ഉണ്ടാവും. നല്ല റോഡ് കയറും. അമ്പലത്തിങ്ങൽ സൂപ്പർ സ്ഥലം. ആദ്യമായിട്ട് അതിൽ കൂടെ നമ്മളിപ്പോൾ ചകിരിച്ചോറ് കയറുന്ന സ്ഥലത്തെത്തിയാണ്. ഇതിൽ കൂടെ പോകുന്നത് വഴി ഫുള്ള്. ഇതൊരു മലേൻ്റെ മേലെ, മലേൻ്റെ ടോപ്പിലത്. ഞാൻ അങ്ങോട്ട് കയറി പോകുന്ന സംശയമാണ്. ഫുള്ള് ചളിയും പാറയും ഇതൊക്കെയാണ്. ഉണ്ടോ, 4 വീലർ വണ്ടി നിർബന്ധം. നമ്മളത് 4 വീലല്ല, പക്ഷേ എങ്ങനെയും ചവിട്ടി കൊടുത്ത് വിടുങ്ങ വേണം. 2 പ്ലേസ് ബുദ്ധിമുട്ടുള്ളൂ. ഒന്ന് ഇതും ഒന്ന് അവിടെയും ചളിയാ കുറച്ച് മുന്നോട്ട് പോയാൽ. പക്ഷേ പിന്നെ അവിടെ ഫുള്ള് ഇറക്കാം. ഇങ്ങനെ വണ്ടി വന്നിട്ട് ചകിരിങ്ങ് തട്ടും. അതിങ്ങനെ ചോറാക്കും. ഇവിടെ പോകേണ്ടത് ആയിക്കൂടെ. ഒരു കുന്നിൻ്റെ മേലെയാണ് ഫുള്ള്. അതുകൊണ്ട് ഒരു മല പൗതിയായ ലോഡേറ്റ് കണക്കുണ്ട്. കമ്പനി എടുത്തായിരുന്നാ? ആ, ഇതിലിങ്ങനെ ചകിരി ഇങ്ങനെ ഇറക്കും. ഇങ്ങനെ പോകും, ഇങ്ങനെ വരും, ഇങ്ങനെ പരിപാടി. ഇങ്ങനെ ബണ്ടിലാക്കും കയറിന്. ഈ ബണ്ടിൽ കോഴിക്കോട് പോയി കയറാക്കി, ചൂടി കയറാക്കി ഇങ്ങോട്ട് വരും. ഇതതിൻ്റെ വേസ്റ്റ് ചകിരിച്ചോറ്. അങ്ങനെ ലോഡൊക്കെ ആക്കി കഴിയാനായി. ചെറിയൊരു കെട്ടെടുക്കാം സൈഡ് കൂടെ. കയറെടുത്ത് കെട്ടണം. എന്താ കയറൊക്കെ കെട്ടി. ഇവിടെ പരിപാടി തുടങ്ങി. ചകിരിച്ചോറ്. അവിടെ ചകിരി പോവും, ഇവിടെ ചകിരി ചണ്ടി വരും. ഇതിൽ കൂടെ ഇങ്ങനത്തെ 4 വരും. അതഞ്ഞ് താഴത്തെത്തിട്ട് കാണാം. മല മൊത്തം കയറി ഇറങ്ങണം. അങ്ങനെ നമ്മൾ മല ഇറങ്ങി താഴത്തെത്തി. ഇത് അൺലോഡ് ചെയ്യാൻ പോവാം. ഒരു 32 ചാക്ക് ചകിരിച്ചോറ്. അങ്ങനെ നമ്മൾ തിരുവമ്പാടി കൂടെരിഞ്ഞ് റോഡിന് പോവാണ്. തിരുവമ്പാടിയിൽ നിന്ന് പിന്നെ കല്ലുരുട്ടി പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ കല്ലുരുട്ടി നേരെ തിരുവമ്പാടി. നമ്മൾ കോടഞ്ചേരി റോഡ് കയറി തിരുവമ്പാടിയിൽ നിന്ന് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇനി അവിടുന്ന് മരഞ്ചാട്ടി ചുണ്ടത്ത് റോഡ് കയറണം. നമ്മൾ കയറിയിട്ടുണ്ട്. ടിപ്പറൊക്കെ സൈഡാക്കി എടുക്കണം. സ്കൂൾ ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് 10 ഓടാൻ കഴിയില്ല. സമയം 9 സംതിങ് ആയി. അങ്ങനെ അപ്പോൾ നമ്മൾ മരഞ്ചാട്ടി റോഡിന് കയറിയിട്ടുണ്ട്. ഉള്ളേരിയാണ്. നല്ല റോഡാണ്. കാരണം പക്ഷേ കുറേ തിരിയാനും വളയാനുണ്ടാവും. നല്ല രസമാണ്. അങ്ങനെ പോയോണ്ട് നിൽക്കണം.
ഈ ചുണ്ടത്ത് പറഞ്ഞ സ്ഥലത്താണ്, ചുണ്ടത്ത്. അങ്ങനെ നമ്മൾ മരഞ്ചാട്ടി റോഡിൽ കയറിയിട്ടുണ്ട്. ഏതാ റോഡ്? ഇതാണ് മലയോര മേഖലയുടെ പ്രത്യേകത. നല്ല റോഡേ കയറാം. പണി പാളി ഗായ്സ്. വണ്ടി ബേക്കറി കുണ്ടുക്ക് ചാടി. മിസ്സിന് ആ പോസ്റ്റ് നിന്ന് പോസ്റ്റ് കണ്ടു നിങ്ങൾ? പോസ്റ്റ് വെച്ചാൽ ആരെ 10, 15, 12 റുപ്യ 20 റുപ്യൻ്റെ അടുത്തോട്ട് പോയി. JCB വരുന്നുണ്ട് ക്രഷറിന്. അവിടെ കൂടെ ബെൽറ്റ് ഇട്ട് അവിടെ പൊന്തിച്ച് അങ്ങോട്ട് വെക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ജീപ്പ് വിളിച്ച് ജീപ്പ് ഒന്ന് നോക്കുക എന്താ കാട്ടുക. ഇവിടേക്കാണ് സാധനം ഇറക്കേണ്ടത്. പോയി JCB കുറേ നേരമായി കാത്തുനിന്ന്. JCB വരുന്ന കാണില്ല, കാരണം ക്രഷറിൽ ഇങ്ങനെ പണിയെടുക്കുകയാണ് പറഞ്ഞു. പിന്നെ നമ്മൾ തന്നെ കുറേ ആട്ടി നോക്കി, കയറുമോ എന്നൊക്കെ നോക്കി. ലാസ്റ്റ് കുറച്ച് ആൾക്കാർ വന്ന് തള്ളാന്നില്ല മട്ടിൽ ഇങ്ങനെ നമ്മൾ നിന്ന്. പിന്നെ നമ്മൾ വിചാരിച്ച് ചകിരിച്ചോറാണല്ലോ, വലിയ വെയിറ്റ് ഇല്ല, അപ്പോൾ ചാക്കള ഇറക്കി വെച്ചാട്ട് നമുക്കൊന്ന് ഉന്തി നോക്കാം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അതിനെ അവിടുത്തെ. അങ്ങനെ ചകിരിച്ചോറിൻ്റെ ചാക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്ത് കിട്ടുക. ആകെ 32 ചാക്കുള്ളൂ. അതുകൊണ്ട് അതും സുഖമായി, കനമില്ലാത്തതുകൊണ്ട് അതും അതിലേറെ സുഖമായി. അങ്ങനെ നമ്മളിത് ഓരോ ചാക്ക് ഇങ്ങനെ പുറത്ത് കിട്ടുക. നമ്മളെ ചങ്ങായിമാരെ വിളിച്ച് നമ്മുടെ ചങ്ങായിമാരും ഒക്കെ തന്നെയാണ് ഇറക്കണത്, നാട്ടുകാരൊന്നും അല്ല. അപ്പം നമ്മൾ തന്നെ ചാക്ക് ഇറക്കി അട്ടിയിട്ട് വണ്ടി ഒന്ന് ഉന്താന്നുള്ളതിലെത്തി. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പാടെ കൂടി വണ്ടി ഒന്ന് നമ്മളിതാ സാധനം മൊത്തം ഇറക്കി. വണ്ടി ഉന്താല്ല പ്ലായല്ല, അവിടെ ആ അപ്പുറം സൈഡിൽ നിന്നിട്ട് എല്ലാവരും പാടെ പൊന്തിച്ചായിട്ട് ഒന്ന് കയ്യൊക്കെ എന്നുള്ളൊരു മട്ടൊക്കെ എത്തി. അപ്പോൾ തന്നെ വണ്ടി കയറി പോകുന്നു. അൽഹംദുലില്ലാ എല്ലാ പരിക്കുകളൊന്നും ഇല്ലാതെ വണ്ടി കിട്ടി. വണ്ടി അൽഹംദുലില്ലാ വേഗം കയറി പോകുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. അത് അഥവാ പോസ്റ്റിന് ചാരിയണമെങ്കിൽ ഒരു 10, 15, 20 റുപ്യ പോയി. എന്തോ ഭാഗ്യത്തിന് അൽഹംദുലില്ലാ പോസ്റ്റുമക്ക് ചാരിഞ്ഞില്ല. അപ്പം നമ്മൾ തിരിച്ച് കയറ്റുകയാണ്. ഈ ഇറക്കിയതൊക്കെ തിരിച്ച് കയറ്റി അതിൻ്റെ അപ്പുറത്താണ് അവിടെ തന്നെ ഇറക്കാനുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു കുന്ന് കയറാണ്ട്. ഈ ഇറക്കിയതൊക്കെ തിരിച്ച് കയറ്റി ഒറ്റ ട്രിപ്പിൽ തന്നെ ബാഗ് വെച്ച് കുന്ന് കയറാനാണുള്ളത്. ഇതൊരു ഫാമുക്കാണ് ഇറക്കേണ്ടത്. അപ്പം നമ്മൾ സാധനം തിരിച്ചിങ്ങനെ ലോഡാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കഷ്ടപ്പാട്. ഇതിപ്പോൾ നാട്ടിലായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അടുത്തായതുകൊണ്ട് കഴിച്ചിലായി. ഇത് വേറെ എവിടെയെങ്കിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ നമ്മളെ നിന്ന് പൊട്ടും ചെയ്യും. കാരണം ക്രെയിനും JCB ഒക്കെ വരുന്നുണ്ട്, അതിനും പൈസ. അഥവാ പോസ്റ്റുമൊക്കെ ചാരി അതിനും പൈസ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മളെ കഷ്ടപ്പാട്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഉണ്ടാവില്ല, എന്നും ഉണ്ടാവില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല സുഖമുള്ള പണിയാണ്, ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണാം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പണി വന്നാൽ അതിൻ്റെ സുഖമൊക്കെ കഴിയും. ചത്തട്ടി നയിച്ചും വേണ്ടി വരും. അപ്പോൾ ഈ ചാക്കൊക്കെ കയറ്റി ഇറക്കി പിന്നെയും കയറ്റി ഇറക്കി കളിച്ചു. പക്ഷേ അതൊക്കെ വിദ്യയാണ്. ഭാഗ്യത്തിന് വണ്ടിക്കൊന്നും പറ്റിയില്ല, പോസ്റ്റിനും പറ്റിയില്ല. ആർക്കും പരിക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടിക്കുമില്ല, പോസ്റ്റിനും ഒന്നുമില്ല. ആകെ ഉള്ളത് പറഞ്ഞാൽ കുറച്ച് പണി എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല നമുക്ക്. അങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വിധത്തിൽ എത്തിച്ച് ഇനി ഇവിടെ ഇറക്കാം. അങ്ങനെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ കഷ്ടപ്പാട് ഇപ്പം അവസാനിച്ചു. ഇന്നത്തെ കഴിഞ്ഞു. അവിടെ ലോക്കായി, ആകെ ലോക്കായി ഇടങ്ങാറായി. അങ്ങനെയൊക്കെയാണ് നമ്മളെ കഷ്ടപ്പാട്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല സുഖം ഉണ്ടാവും, പക്ഷേ പണി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതന്നെയാണ്.